പിണറായി വിജയനും വി ഗോവിന്ദനുമെതിരെ വലിയ വിമർശനം എമ്മിനകത്ത് തന്നെ ഉയരുന്നുണ്ട്. അത് കണ്ണൂർ കോട്ടയിൽ നിന്നാണെങ്കിൽ ആദ്യം ഉയർന്നത്. അത് പേരാവൂരിലേക്ക് മാറ്റി നിർത്തിയതിനെ തുടർന്ന് ഇപ്പോൾ ശൈലജ ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആഹ്, ഇപ്പോൾ മധ്യ തിരുവിതാംകൂറിൽ നിന്നാണെങ്കിൽ വീണ ജോർജും പാർട്ടിക്കെതിരെ വലിയ രീതിയിൽ രംഗത്ത് വന്നത്. തോൽപ്പിച്ചത് പാർട്ടിയാണ് എന്നുള്ള രീതിയിലാണ് അവർ മുന്നിട്ട് നിൽക്കുന്നത്. വലിയ വിമർശനമാണ് എമ്മിന് കേൾക്കേണ്ടി വരുന്നത്. ഇത് എമ്മിന്റെ അന്ത്യം കുറിക്കാനുള്ള തുടക്കമാണോ സർ? ഇല്ല, അന്ത്യം കുറിക്കൊന്നുമില്ല സിപിഎമ്മിന്. കാരണം ഇത് ഒരു എന്താ പറയുക ഇതിന്, സ്ത്രീക്ക് സൗന്ദര്യം ഒരു ശാപമാണെന്ന് പറയാറില്ലേ? അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് വീണ ജോർജ് അല്ലേ? കേരള മന്ത്രിസഭയിൽ അതെ. ഏറ്റവും സുന്ദരിയായ യുവതി അവരായിരുന്നു. ഇതുവരെ കേരളത്തിൽ മന്ത്രിമാരായിട്ടുള്ളതിൽ ഏറ്റവും സൗന്ദര്യമുള്ള ഒരു വനിത അവരായിരുന്നു. ഒരു നല്ല ആരാണെങ്കിലും കണ്ടാൽ നിന്ന് നോക്കി പോകട്ടെ, എന്തൊരു ഓമനത്തുള്ള മുഖമാണ് അവർ. അവരെ കോൺഗ്രസ്സുകാർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തല്ലി കഴുത്തൊക്കെ പിടിച്ച് തിരിക്കുകയൊക്കെ ചെയ്തത് വലിയ കഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആരോഗ്യവകുപ്പിൽ പോരായ്മകളുണ്ടാവും. അതിപ്പോൾ ഇതിങ്ങനെ എടുത്തു പറഞ്ഞത് വാർത്തയാക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല പത്രക്കാർക്ക്. അവരെ കൊണ്ട് ചെയ്യാവുന്നത്രക്കല്ലേ ഉള്ളൂ. അവർ ഡോക്ടറൊന്നും അല്ലല്ലോ അവർ. ഇനിയിപ്പോൾ അവർ പറഞ്ഞാൽ CPMൻ്റെ ഏറ്റവും നല്ല സൗന്ദര്യമുള്ള ഒരു മുഖം ആ പാർട്ടിയോട് ഇടഞ്ഞു എന്നുള്ളത് CPMന് ക്ഷീണമുണ്ടാക്കും. ഈ സൗന്ദര്യം ഒന്ന് സാറിന് കുത്തി പറയുന്ന പോലെ തോന്നുകയാണല്ലോ. നോ നോ, നല്ല സുന്ദരിയല്ലേ? എന്തെങ്കിലും പ്രിയൻ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഇല്ല, ഇല്ല. ഞാൻ പക്ഷേ ഈ പറയുന്ന മന്ത്രിയായിരിക്കുമ്പോൾ പ്രവർത്തിക്കേണ്ട കാര്യത്തിനകത്തും അല്ല, ജനപ്രതിനിധിയായിരിക്കുമ്പോഴുള്ള കാര്യത്തിനകത്തൊന്നും ഒരു കഴിവും ഇല്ല എന്നുള്ളതായിരുന്നു. അത് കുഴപ്പമില്ല. അതിപ്പോ ഈ പറഞ്ഞ മാധ്യമപ്രവർത്തകയായിരുന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. അല്ല, ഈ മന്ത്രിയോ MLA ഒക്കെ ആവുന്നതിലല്ലല്ലോ കാര്യമായിരിക്കണത്. അവര് നല്ല സുന്ദരിയായ ഒരു വനിതയാണ്. എനിക്ക് ആ ഒരു കാര്യത്തിൽ ആ കുട്ടീനെ വലിയ കാര്യമാണ് കേട്ടോ. ഞാൻ അവരുടെ TV ഇന്റർവ്യൂ ഉണ്ടെങ്കിലൊക്കെ ഞാൻ നോക്കാറുണ്ട്. ആരോഗ്യ വകുപ്പൊക്കെ വിടാം. കാരണം എന്താന്ന് വെച്ചാൽ മൊത്തം ആരോഗ്യ വകുപ്പ് എന്താ നശിച്ചാണ്. നായിക്കൂടി നല്ല ആരോഗ്യ വകുപ്പ് നന്നായിട്ടുണ്ടായിരുന്നത് ശൈലജ മന്ത്രിയായിരുന്നപ്പോഴാണെന്നാണ് പറയുന്നത്. പക്ഷെ കാര്യം കോവിഡ് വന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ത്യയിൽ മരിച്ചത് കേരളത്തിലാണ്. പക്ഷെ അതൊക്കെ തന്ത്രപൂർവ്വം ഒഴിച്ച് മാറ്റി. എത്രയോ നാൾ കഴിഞ്ഞിട്ടാണ് പുറത്തു വന്നത്. അവാർഡ് കിട്ടിയല്ലോ സർ അവാർഡ് ലോകത്തിൽ. കിട്ടി. രമൺ മഗ്സാസെ അവാർഡ് കിട്ടി. പിന്നെ അതുപോലെ മറ്റു പല ക്യാരവന്റെ അവാർഡുകളും കിട്ടി. അവാർഡ് എന്താ കിട്ടിയോ? ക്യാരവനിലെ കവർ പിക്ക എന്തോ അങ്ങനെ എന്തൊക്കെയോ. കാരവൻ എന്ന് പറഞ്ഞ മാസിക. ആ, ആ, ഒരു പള്ളിയിലച്ഛൻ, ഒരു ഇവാഞ്ചലിസ്റ്റ് നടത്തുന്ന ആ. മാസികയാണ്. വയനാട്ടുകാരനൊരു ജോസ് എന്ന് പറഞ്ഞ അവൻ എന്തെങ്കിലും ചില്ലറ മേടിക്കാൻ വേണ്ടി കൊടുത്തായിരിക്കും അത്. അപ്പോൾ ഈ വീണയോട് ഇപ്പൊ കാണിച്ചത് വളരെ മോശമാണ്. അവർക്ക് സ്ഥാനാർത്ഥി ആവണം എന്ന് താല്പര്യമില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അവരെ നിർത്തരുതായിരുന്നു. അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം. അവരുടെ ഭർത്താവ് തന്നെ അവർക്കെതിരെ ആക്രമണം നടന്നപ്പോൾ പറഞ്ഞ അവരെ മന്ത്രിപദത്തിൽ നിന്ന് മാറ്റണം എന്ന്. ജോർജ് അല്ലേ അവരുടെ ഭർത്താവ്? അതൊരു നല്ല ക്രിസ്ത്യാനിയാണ്, വിശ്വാസിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോഴെങ്കിലും അവർക്ക് കേൾക്കാമായിരുന്നു. ഇത് അവരെ കൊണ്ടുപോയി അവിടെ നിർത്തി തോൽപ്പിക്കുകയാണ് ചെയ്തത് അതെ, ശരിക്കും തോൽപ്പിച്ചു. പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പത്മകുമാറൊക്കെ കൂടെ ഇല്ല, തോൽപ്പിച്ചതെന്നാണ് അവർ പക്ഷെ പറയുന്നത്. പത്മകുമാർ ഇപ്പൊ പാർട്ടിയിലൊന്നും ഇല്ലല്ലോ. അദ്ദേഹത്തിന് എന്ത് റോള്? പത്മകുമാർ മറ്റേ ജയിലിൽ ദേവസ്വം, കിടക്കുകയല്ലായിരുന്നോ? അല്ല, ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി വന്നു. ജാമ്യം പിന്നെ കിട്ടി. അദ്ദേഹം കുഴപ്പമൊന്നും ഉണ്ടായില്ല. അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ ആ. മനസ്സിലാക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഇനി എന്നെ കണ്ടിട്ട് ആരും പ്രചരണത്തിനായിട്ട്. വോട്ട് ചെയ്യാതിരിക്കണ്ടെന്ന് അതെ, അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ശൈലജയുടെ കാര്യം, ശൈലജ പ്രിയൻ അറിയില്ലേ? മട്ടന്നൂരിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തോടു കൂടിയാണ് കഴിഞ്ഞ 2021 അതെ. തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. പിണറായി വിജയന് കിട്ടിയ ഭൂരിപക്ഷത്തെക്കാളും കൂടുതലായിരുന്നു ശൈലജയ്ക്ക്. പിന്നെ അത് മാത്രം എനിക്ക് ശൈലജയെ വലിയ ഇഷ്ടമാണ്. കാരണം ഒരു നല്ലൊരു പ്രൗഢ വനിതയുടെ അതെ. ലുക്കാണ്. മറ്റേ VKN പറയാറില്ലേ ചില കഥാപാത്രങ്ങളെ പറ്റി, ഒരു പ്രൗഢ വനിത, ഒരു ഗാംഭീര്യവും കുലീനത്വവും ഒക്കെ ഉള്ള ഒരു വനിത. അപ്പോൾ അവർ ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോൾ ഈ കോവിഡ്, ഇപ്പോൾ അവർ വിചാരിച്ചാൽ കോവിഡ് ഒന്നും നിയന്ത്രിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. നമ്മളത് എന്താ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ച് തന്നെ ഒരു വലിയ പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അപ്പോൾ ഇത് അവരെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഉള്ള പരിമിതികളിൽ നിന്നുകൊണ്ട്. ഒരു കാര്യം ഓർക്കണം കേട്ടോ, ഈ കേരള ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ എന്നും ശൈലജ മന്ത്രിയാവുന്നതിന് മുമ്പും സമരത്തിലായിരുന്നു മിക്കവാറും. എന്താണെന്ന് വെച്ചാൽ ഡോക്ടർമാരില്ല കേരളത്തിൽ, വേണ്ടത്ര ഡോക്ടർമാരില്ല. ഗവൺമെൻറ് ആശുപത്രികളിലൊന്നും വേണ്ടത്ര ഡോക്ടർമാരില്ല. ഡോക്ടർമാരെ നിയമിക്കണില്ല. അതിപ്പോൾ ശൈലജയ്ക്ക് മുമ്പ് ആരായിരുന്നു ആരോഗ്യമന്ത്രി എന്ന് വെച്ചാൽ അവരും ചെയ്തിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനൊന്നും പറ്റില്ല. ഈ രണ്ട് വനിതകളെ മാത്രം മുൻപിൽ നിർത്തിക്കൊണ്ട് CPMന് എന്താ മറ്റേ പരാജയത്തിന് കാരണമാക്കാനൊന്നും പറ്റുമൊന്നുമില്ല. പക്ഷെ ശൈലജയെ
2021 തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നപ്പോൾ ശൈലജയ്ക്ക് ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയോ അതല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വകുപ്പോ കൊടുത്ത് മന്ത്രിസഭയിൽ റീറ്റെയിൻ ചെയ്യണമായിരുന്നു. അവർക്കത്ര പ്രായമൊന്നും ആയിട്ടില്ല, 60-68 വയസ്സ് ഉണ്ടാവുള്ളൂ. അവരെ കണ്ടാലും അതിലും കുറവേ തോന്നുള്ളൂ. എനിക്ക് വലിയ ഇഷ്ടമാണ് അവരെ. നല്ല പെരുമാറ്റം, നല്ല കാര്യം. ഹിന്ദുക്കളോട് ദേഷ്യമുണ്ട്, അത് കാര്യം വേറെ. അതൊക്കെ ആയിക്കോട്ടെ, അത് അവരുടെ പാർട്ടിയുടെ നയമാണ്, പാർട്ടിയുടെ പ്രത്യയ ശാസ്ത്രമാണ്. ഹിന്ദുക്കളെ ഒന്നും എൻ്റർടൈൻ ചെയ്യില്ല എന്നുള്ളത്. പക്ഷേ അവരെ ഈ മന്ത്രിസഭയിൽ പെടുത്തിയില്ല, അവർക്ക് വേണ്ടപ്പെട്ട പദവി നൽകിയില്ല. അവർ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുൾ ബോഡിയാണ്. നമ്മുടെ ഈ എന്താ ജയരാജനില്ലേ, EP ജയരാജനൊക്കെ അതിനകത്തെ മെമ്പറാണ് കേന്ദ്ര കമ്മിറ്റിയിലെ. അതിന് മുകളിലുള്ളത് പൊളിറ്റ് ബ്യൂറോ ആണ്, MA ബേബി സാറൊക്കെ ഉള്ളത്. അപ്പോൾ അവരെ മന്ത്രിയാക്കാമായിരുന്നു അവർക്ക് വേണമെങ്കിൽ. പക്ഷെ അവരൊരു എന്താ പറയുക, പ്രതിഷേധവും പരസ്യമായിട്ട് പ്രകടിപ്പിച്ചിട്ടില്ല. ഇനി പാർട്ടി വേദികളിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ വേറൊന്നുള്ളത്, അവർക്ക് രമൺ മഗ്സാസെ അവാർഡ് കിട്ടി. ഏഷ്യയിലെ നോബൽ സമ്മാനം എന്നാണ് അറിയപ്പെടുന്നത്. അതും ഈ രമൺ മഗ്സാസെ അവാർഡിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ ചർച്ച് സ്വാധീനമുള്ള ഒരു എന്താണ് അവാർഡ് കമ്മിറ്റിയാണത്. അവരോടാണ് പലപ്പോഴും ഈ ജൂറി ചോദിക്കുക, ജൂറി ആർക്കാണ് അവാർഡ് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ കൊടുത്തപ്പോൾ ആ അവാർഡ് മേടിക്കാനായിട്ട് സമ്മതിക്കണമായിരുന്നു. കാരണം അവർ സമ്മതിക്കാതിരുന്നത് തെറ്റായിപ്പോയി. കാരണം വളരെ അപൂർവം മലയാളികൾക്കാണ് രമൺ മഗ്സാസെ അവാർഡ് കിട്ടിയിട്ടുള്ളൂ. അത് ഇവർക്ക് കിട്ടിയതിന് അവർ അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അവരെന്താ പറയുമായിരുന്നു? അവർ പറയുമായിരുന്നു, ഇത് എൻ്റെ പാർട്ടി എനിക്ക് പ്രവർത്തിക്കാൻ ഒരു സ്പേസ് തന്നു, ഞാൻ ആ സ്പേസിൽ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിച്ചു, ഈ അവാർഡ് ഞാൻ പാർട്ടിക്ക് ഡെഡിക്കേറ്റ് ചെയ്യണു എന്ന് അവർ പറയുള്ളായിരുന്നു. ശൈലജ അങ്ങനെ പറയുള്ളൂ. എന്നാൽ അവർക്ക് അങ്ങനെ ഒരു തൻപോരിമ അങ്ങനെയൊന്നുമില്ല. ഒരു കേരളത്തിന് ലഭിക്കാതെ പോയ ഏറ്റവും നല്ല വനിതാ മുഖ്യമന്ത്രി ഒരു പക്ഷേ അവരായിരിക്കും. അവർ വനിതാ മുഖ്യമന്ത്രി വരെ ആവാനായിട്ടുള്ള എല്ലാ യോഗ്യതകളും ആ കുട്ടിക്കുണ്ടായിരുന്നു. പക്ഷെ അവരെ മാറ്റി പേരാവൂരി കൊണ്ട് കൊടുത്തു. പേരാവൂരിൽ അവിടെ സണ്ണി ജോർജ് ജയിക്കുന്ന നന്നായിട്ട്, സണ്ണി ജോസഫ് ജയിക്കുന്ന എല്ലാവർക്കും അറിയായിരുന്നു. അയാൾ KPCC പ്രസിഡൻ്റാണ്, സത്യക്രിസ്ത്യാനിയാണ്. പേരാവൂരുള്ള ക്രിസ്ത്യൻ മെജോറിറ്റി മുഴുവൻ അയക്കേ വോട്ട് ചെയ്യുള്ളൂ, മുസ്ലിങ്ങളും അയക്കേ വോട്ട് ചെയ്യുള്ളൂ. പിന്നെ ഇവരെങ്ങനെ അവിടെ ജയിക്കാൻ പറ്റും? ഒരു പുതിയ മണ്ഡലമാണ്. അവിടെ പോയിട്ട് ആ പുതിയ മണ്ഡലം വെട്ടിപ്പിടിക്കാൻ പറഞ്ഞാൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അവരെ ഒരിക്കലും അവിടേക്ക് മാറ്റരുതായിരുന്നു. അത് തെറ്റായ നടപടിയാണ്. അതൊരു പത്രസമ്മേളനങ്ങളിലെല്ലാം അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വിവരങ്ങൾ ഒരിക്കലും യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണ്. മനുഷ്യർക്ക് മനസ്സിലാവാത്ത മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ വേറൊന്ന്, ഡ്രിൽ മാസ്റ്റർ ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്യാമളനെ ഇലക്ഷൻ നിർത്തി. അവർ വളരെയധികം ആരോപണ വിധേയയായ സ്ത്രീയാണ്. ഒരിക്കലും ചെയ്യരുതായിരുന്നു, അവരെ തെരഞ്ഞെടുപ്പിൽ നിർത്തരുതായിരുന്നു. കാരണം ഒരു വ്യവസായി അദ്ദേഹം പോയി ആത്മഹത്യ ചെയ്താണ് ഇവരുടെ ഈ ഇൻഡിഫറൻ്റ് ആറ്റിറ്റ്യൂഡ് കാരണം. അപ്പോൾ അതേ ഈ ശ്യാമളയ്ക്ക് മത്സരിക്കാം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റേ വേറെ ദിവ്യ എന്തൊരു ഇതുണ്ടല്ലോ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത്, അവർക്കും മത്സരിക്കാമായിരുന്നു. അവരും സുന്ദരിയല്ലേ, നല്ല സുന്ദരിയായ വനിതയല്ലേ, അവർക്ക് നല്ല കഴിവുള്ള സ്ത്രീയാണ്. അവർ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നുകൊണ്ട് വൻ വിപ്ലവകരമായ മാറ്റങ്ങളാണ് കണ്ണൂർ വരുത്തിയിരുന്നെന്നാണ് പറയണത്. തീർച്ചയായിട്ടും അത് ADM-ന്റെ കഴിവുകേടും. അതും സ്വന്തം പാർട്ടിയോട് കൂറുള്ളൊരു മനുഷ്യനായിരുന്നു ആ ADM. അത് പോട്ടെ, അത് ആത്മഹത്യ ചെയ്ത് അങ്ങേരെ പേടിച്ചിട്ട് ആത്മഹത്യ ചെയ്തതായിരിക്കും. അല്ലെങ്കിൽ പക്ഷേ ഈ ശ്യാമളയ്ക്ക് സീറ്റ് കൊടുത്ത സ്ഥിതിക്ക് ദിവ്യയ്ക്കും കൊടുക്കാമായിരുന്നു. CPM-നെ അവരെയൊക്കെ ജയിപ്പിച്ചു കൊണ്ടുവന്നാൽ നല്ല സുന്ദരികളായ 3-4 വനിതകൾ എപ്പോഴും ഉണ്ടാവും. ഞാൻ ഈ കാരണം പറയണം എന്ന് വെച്ചാൽ, ഒരു സ്ത്രീയുടെ സാന്നിധ്യം എപ്പോഴും ഒരു സഭയ്ക്ക് ഒരു മാറ്റ് കൂട്ടും. കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഇപ്പോൾ ജയിച്ചു വന്നിരിക്കണതിൽ ആരാ സൗന്ദര്യം എന്ന് പറയാനായിട്ട് നമുക്കുള്ളത്? ബിന്ദു കൃഷ്ണയാണല്ലോ. പിന്നെ ഷാനിമോൾ ഉസ്മാൻ പ്രായമാവും. അത് ഇവർക്കാണെങ്കിൽ ദീപ്തി മേരി വർഗീസിനോട് സീറ്റ് കൊടുത്തുമില്ല. അവരൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ സഭയ്ക്ക് ഒരു ആകർഷണീയത ഉണ്ടായിരുന്നു. പണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സുജാത ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് അറിയാൻ പാടില്ല, എവിടെ പോയെന്ന് അറിയില്ല. അവരെ പറ്റി കാണാറില്ല. നാളെ എന്താണ് G. സുധാകരൻ്റെ വീട്ടിൽ പാർട്ടി നേതാക്കന്മാരായിട്ട് ചെല്ലണ ഫോട്ടോ കണ്ടു. പക്ഷെ
ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒഴിവാക്കാവുന്ന ഒരു വിവാദമായിരുന്നു ഇത്. പക്ഷേ നമ്മളിത് സർ, കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനമാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അല്ല, ഇത് ഈ നേരത്തെ പറയായിരുന്നില്ലേ ഇവർക്ക്? ഇപ്പം ഈ തോറ്റു കഴിഞ്ഞിട്ട് വിമർശനം ഉയർത്തുന്നതിൽ യാതൊരു കാര്യമില്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. പണ്ടും അദ്ദേഹത്തിന് ധാർഷ്ട്യം ഉണ്ടായിരുന്നു, രൂക്ഷതയോടുകൂടിയ വർത്തമാനം പറയാറില്ലായിരുന്നുള്ളൂ. പറയേണ്ടവരോട് മുഖത്ത് നോക്കി പറയാനുള്ളത് പറയും, നരേന്ദ്രമോദിയോട് ഒഴിച്ച്. ബാക്കി എല്ലാവരോടും അദ്ദേഹം വർത്തമാനം സർ, പക്ഷേ പറയാറുണ്ട്. ഈ പാർട്ടി വിടാനിരിക്കുകയാണ് കെ ശൈലജയും വീണ ജോർജും എന്ന് പറയുന്നുണ്ട്, ശരിയാണോ? എനിക്ക് തോന്നണില്ല. മറ്റേ വീണ ജോർജ് പാർട്ടി വിട്ടു പാർട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തോപ്പിച്ചോണ്ട് ഇനി ഇപ്പം പാർട്ടി ജയിക്കാൻ താല്പര്യമില്ല എന്നാണ് അവർ. അങ്ങനെ പോകുന്ന എനിക്ക് തോന്നണില്ല കേട്ടോ. കാരണം അവരെവിടേക്കാ പോവുകയാണെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് കോൺഗ്രസ്സിലോ പോവോ? അല്ല, ശൈലജ ഒട്ടും പോവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊരു കമ്മിറ്റഡ് കമ്മ്യൂണിസ്റ്റാണ്. അവർ വളരെ അവർ പറയുന്ന വർത്തമാനമൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും. വളരെ വീണ ജോർജിന് UDF പോവാൻ തടസ്സമൊന്നുമില്ല. അവർ പോവോ കേരള കോൺഗ്രസിലൊക്കെ എന്നുള്ളതാണ്. ചെന്ന് നിന്നാല് സഭയുടെ പിന്തുണയും കിട്ടുമല്ലോ, കേരള കോൺഗ്രസിലാണെങ്കിൽ. അതെ. പക്ഷെ അത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അതൊരു ഷോക്കായിരിക്കും. ഇപ്പം ഗോവിന്ദൻ പോയാലും കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഈ ശൈലജയും പിന്നെ പ്രത്യേകിച്ച് വീണയും പോയി കഴിഞ്ഞാൽ പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അതൊരു ഭയങ്കര നഷ്ടമായിരിക്കും. നമ്മൾ പറയില്ലേ, ഒരിക്കലും നികത്താനാവാത്തൊരു വിടവായിരിക്കും അത്. അപ്പോൾ ശൈലജയും വീണ ജോർജും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു വലിയ പോരായ്മ തന്നെയാണ്. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടാണെന്നേ ഞാൻ പറയുള്ളൂ. അങ്ങനെ പോകാൻ ഇടവരലേന്ന് ഞാൻ പ്രാർത്ഥിക്കുക. കാരണം നമുക്ക് എപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ TV-യിൽ കാണുമ്പോഴേ എന്ത് ഭംഗി അവരെ കാണാനായിട്ട്. എനിക്ക് അത്രേ താല്പര്യമുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ഈ നാട് നന്നാവണമെന്ന് ഞാൻ മാർക്സിസ്റ്റ് പാർട്ടി നാട് നന്നാക്കുമെന്ന് എനിക്ക് തോന്നണില്ല. 10 വർഷം കൊണ്ട് നാട് നന്നാക്കിയവർ. ഇങ്ങനെയൊക്കെയുള്ള വനിതകൾ വേണം. നമ്മുടെ ഇപ്പോൾ സഭയിൽ അവരുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്കാണെങ്കിലും മറ്റുള്ള നേതാക്കന്മാർക്കാണെങ്കിലും മുഖം കറുപ്പിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അവർക്കൊട്ടും പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഉള്ളത് ഈ പറഞ്ഞ പോലെ ഈ പണ്ടൊരു ടീച്ചർ ഉണ്ടായിരുന്നില്ലേ, ഒരു ശ്രീമതി പറഞ്ഞിട്ട്. ശ്രീമതി നല്ല മന്ത്രിയായിരുന്നു. ഒരു കാലത്ത് ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ അവർ ഞങ്ങളുടെ ഫ്ലെയിം ആയിരുന്നു എന്നാണ് പറയാം. മാർക്സിസ്റ്റ് പാർട്ടി എല്ലാ അർത്ഥത്തിലും ഫയർ ബ്രാൻഡ് ആയിരുന്നു അവർ. പാർലമെന്റിലൊക്കെ ഗംഭീര പ്രസംഗമല്ലായിരുന്നു അവർ നടത്തിക്കൊണ്ടിരുന്നത്. അവർ പോയത് കഷ്ടമായിപ്പോയി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റുള്ളവർ പറയാത്ത വാർത്തകളാണ് നിങ്ങളിലേക്ക് ഇന്ത്യ ലൈവ് എത്തിക്കുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ തന്നെ ചെയ്യണം.